viewers, welcome to the world of English. It is me, Yasser from MS Solution. ഇനി എന്തിനു വേറൊരു സൊല്യൂഷൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിപ്പോർട്ട് സ്പീച്ചിനെ കുറിച്ചാണ്. എന്താണ് റിപ്പോർട്ട് സ്പീച്ച്, എങ്ങനെയാണ് റിപ്പോർട്ട് സ്പീച്ച്? നമ്മൾ എക്സാമിന് പല മക്കളും എന്നോട് ചോദിക്കാറുണ്ട്, സാർ എങ്ങനെയാണ് റിപ്പോർട്ട് സ്പീച്ച്, ഗ്രാമറാണ് സാർ റിസ്ക് ഏരിയ. അപ്പോൾ റിപ്പോർട്ട് സ്പീച്ചും ക്വസ്റ്റ്യൻ ടാഗൊക്കെ പറയണമെന്ന് പറയുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൗ ക്യാൻ വി ഡു, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ നമ്മുടെ റിപ്പോർട്ട് സ്പീച്ചിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ നമ്മൾ ആൻസർ ചെയ്യും എന്നുള്ളതിനെ കുറിച്ചാണ് സാർ പറയുന്നത്. നമ്മൾ 2-3 പാർട്ടായിട്ടായിരിക്കും ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എൻറ്റയർലി ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, ഇതിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി തരാം. എന്താണ് റിപ്പോർട്ട് സ്പീച്ച്, റിപ്പോർട്ട് സ്പീച്ച് എങ്ങനെ ചെയ്യും, അതിന്റെ ബേസിക് ആയ കാര്യങ്ങൾ മുതൽ നമ്മൾ ഇതിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സോ നോക്കാം എന്താണ് റിപ്പോർട്ട് സ്പീച്ച്. ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എടാ നോക്കിക്കോളാം, എടാ ഞാനും ഉണ്ട്, അൻഷി സാറുണ്ട്. അൻഷി സാർ എന്നോട് ചോദിക്കാൻ എന്താ, ഡു യു റിമെമ്പർ മീ. അൻഷി സാറിന് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ അൻഷി സാറിനോട് ചോദിക്കാൻ എന്ത്, ഡു യു റിമെമ്പർ മീ എന്ന് ചോദിക്കുന്നത് അൻഷി സാറിനോട്. അപ്പൊ ഞാൻ പറയുന്നുണ്ട്, ഐ ഹാഡ് നെവർ സീൻ യു ഇൻ മൈ ലൈഫ്. ഞാൻ നിങ്ങളെ എന്ത് ചെയ്തില്ല, ഇതുവരെ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞ ഈ 2 കാര്യങ്ങൾ അൻഷി സാർ ചോദിക്കുന്നുണ്ട്, ഡു യു റിമെമ്പർ മീ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങൾ ഇതുവരെ ലൈഫിൽ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ സംസാരം ആര് കേൾക്കുന്നുണ്ട്, ഞങ്ങൾ 2 പേരും സംസാരിക്കുന്നത് ആദർ സാർ കേൾക്കുന്നുണ്ട്. ഞാനും അൻഷി സാറും സംസാരിക്കുന്നത് എന്ത് പറയാ, ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയാം. മനസ്സിലായോ? ഇതാര് കേട്ടു? ഇത് നമ്മുടെ AD, നമ്മുടെ ആദർ സാർ കേട്ടു. ആദർ സാർ കേട്ടു. അതായത് ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, ഞാൻ അൻഷി സാർ ചോദിച്ച കാര്യം, ഞാൻ ആൻസർ പറഞ്ഞ കാര്യം എങ്ങനെയായിരിക്കും. അൻഷി സാർ, ഡു യു റിമെമ്പർ മീ, നിങ്ങൾ എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത്, ഐ ഹാവ് നെവർ സീൻ യു ഇൻ മൈ ലൈഫ്. ഞാൻ നിങ്ങൾ ഇതുവരെ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ അല്ല, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി ഈ ക്വസ്റ്റ്യനെ ഹൗ ക്യാൻ വി റിപ്പോർട്ട്, നമ്മൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യും? അത് ഇപ്പോൾ ഞങ്ങൾ പറയുന്ന ആര് കേൾക്കുന്നുണ്ട്, നമ്മുടെ AD ആദർ സാർ കേൾക്കുന്നുണ്ട്. ആദർ സാർ മറ്റൊരാളുടെ അടുത്ത് എങ്ങനെയായിരിക്കും ഇത് പറയുക, അതാണ് റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 2 ആളുകൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യം മൂന്നാമതൊരാൾ കേട്ടിട്ട് അയാൾ അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളിത് റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയും. റിപ്പോർട്ട് സ്പീച്ചിന് പല മെത്തേഡ്സ് ഉണ്ട്. ചിലപ്പോൾ ഞാൻ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഐ ആൻസേർഡ് എന്ന് പറയേണ്ടി വരും. പക്ഷേ ഇവിടെ ഞാനും അൻഷി സാറും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. അൻഷി സാർ കാര്യം ചോദിച്ചു, ഞാനതിന് ആൻസർ പറഞ്ഞു. അതാര് കേൾക്കുന്നുണ്ട്, നമ്മുടെ ആദർ സാർ കേൾക്കുന്നുണ്ട്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അൻഷി സാർ ഡു യു റിമെമ്പർ മീ. സോ ഞാൻ യാസ് സാർ ഐ ഹാവ് നെവർ സീൻ യു ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നുണ്ട്. ഇതിന് നമ്മൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യും നോക്കാം. അതെ, നമ്മുടെ ആദർ സാർ കേട്ടിട്ടുണ്ട്. ആദർ സാർ അതിന് എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നോക്കാം. അൻഷി സാർ ആസ്ക്ഡ് ഇയാസ് സാർ. അൻഷി സാർ ഇയാസ് സാറിനോട് ചോദിച്ചു എന്താണ്, ഇഫ് ഹി റിമെമ്പേർഡ് ഹിം, നിങ്ങൾ അദ്ദേഹത്തെ ഓർക്കുന്നുണ്ടോ? ഇയാസ് സാർ റിപ്ലൈഡ് ദാറ്റ്, ഇയാസ് സാർ മറുപടി പറഞ്ഞു, ദാറ്റ് ഹി ഹാഡ് നെവർ സീൻ ഹിം ഇൻ ഹിസ് ലൈഫ്. ഇയാസ് സാർ മറുപടി പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഇതുവരെ അൻഷി സാറിനെ കണ്ടിട്ടില്ല എന്ന് ചെയ്തു അദ്ദേഹം മറുപടി പറഞ്ഞു. എടാ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആണോടാ, ഈ ക്വസ്റ്റ്യൻ ശരിക്കും നോക്കാം. നോക്കിക്കോ, ഈ ക്വസ്റ്റ്യൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡു യു റിമെമ്പർ മീ. ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. യെസ് അല്ലെങ്കിൽ നോ അല്ലേ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. അപ്പോൾ നോക്കാം, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്തുണ്ട്, ഒന്നെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ഇഫ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, വെദർ നമ്മൾ യൂസ് ചെയ്യണം. അതാണ് ഇതിൻ്റെ ആൻസറുകൾ പറഞ്ഞത്. ഇഫ് ഹി റിമെമ്പേർഡ് ഹിം, അതായത് റിമെമ്പർ എന്നുള്ളത് നമ്മൾ എന്താക്കി, V3 ആക്കി. ദെൻ പിന്നെ ഇവിടെ യു ഉണ്ട്. യു ഉള്ളത് ഇപ്പം ഞാൻ ആണായത് കൊണ്ട് ഇവിടെ എന്ത് കൊടുത്തു, ഹി. ആൺകുട്ടിയാണെങ്കിൽ ഹി എന്നും പെൺകുട്ടിയാണെങ്കിൽ ഷി എന്നും കൊടുക്കണം. ഹി ഇത് എന്താക്കി, എന്നിട്ട് അപ്പുറത്തുള്ള എന്താക്കി നമ്മൾ ഹി പ്ലസ് V3 ആക്കി. ഇവിടെ കണ്ടോ, റിമെമ്പർ എന്നുള്ള റിമെമ്പേർഡ്, ഹിം, മീ എന്നുള്ളത് എന്താക്കി, ഹിം എന്നാക്കി കേട്ടോ. ഈ മാറ്റാണ് അവിടെ വന്നത്. ഓക്കെ, സോ ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നപ്പോൾ മനസ്സിലാവും. സോ ഇനി നെക്സ്റ്റ് വരുന്നത് എന്താ, ഇയാസ് സാർ റിപ്ലൈഡ്, ഇയാസ് സാർ മറുപടി പറഞ്ഞു, ദാറ്റ് പറയുന്ന കാര്യം ഒരു സ്റ്റേറ്റ്മെന്റ്, ഞാൻ ഒരു പ്രസ്താവന പറഞ്ഞു. അതായത് ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ എന്ത് ചെയ്തില്ല, നിങ്ങളെ കണ്ടിട്ടില്ല എന്ന് പറയാം, പ്രസ്താവനയാണ്. പ്രസ്താവന പറയുമ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ എന്ത് ആഡ് ചെയ്യും, അതിൻ്റെ മുന്നായിട്ട് നമ്മൾ ദാറ്റ് എന്ന് ആഡ് ചെയ്യും. എന്താണ് കാണാത്തത്, ഹി ഹാഡ് നെവർ സീൻ, ഹി അവൻ, അതായത് യെസ് ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ആദർ സാറാണ് കേട്ടോ. ഹി ഹാഡ് നെവർ സീൻ ഹിം. ഇവിടെ നോക്കടാ, ഐ ഹാവ്, ഈ ഐ എന്നുള്ളത് ഞാൻ ആണായത് കൊണ്ട് ആദർ സാർ റിപ്പോർട്ട് ചെയ്യും, ആണായത് കൊണ്ട് ഹി വന്നു. ഹാവ് ഉള്ളത് എന്തായി, ഹാവ് ഉള്ളത് ഹാഡ് ആയിട്ട് മാറി. നെവർ അതേപോലെ തന്നെയാണ്. പിന്നെ സീൻ ഓൾറെഡി V3 തന്നെയാണ്, അതുകൊണ്ട് നമ്മൾ എന്തിനെ കൊടുക്കും, ദെൻ നെവർ സീൻ ആ സൈൻ സാധനം കൊടുക്കും. പിന്നെ യു ഇൻ മൈ ലൈഫ്, ഈ മൈ ലൈഫ് എന്തായി, ഇൻ ഹിസ് ലൈഫ്, ഹിം, സീൻ ഹിം
ഇൻ ഹിസ് ലൈഫ് കണ്ടോ, ഇവിടെയൊക്കെ എന്താ, ഇവിടെ ഹിസ് ആകുന്നുണ്ട്, ഇവിടെ ഹിമ്മും ആകുന്നുണ്ട്. എടാ ഇതിനെക്കുറിച്ച് നമ്മൾ എന്ത് കോളം വരച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. ഇപ്പോൾ സാറ് ഒരു ഫസ്റ്റ് ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കാണിച്ചതാണ് എന്താ റിപ്പോർട്ട് സ്പീച്ച് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാന്നുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകണം. ശരിക്കും നോക്കാം, നമുക്ക് കുറച്ച് കോളംസ് എന്ത് ചെയ്യാണ്ട് ആദ്യം പഠിക്കാനുണ്ട്. അതിന് മുന്നേ ഏതെല്ലാം രൂപത്തിൽ റിപ്പോർട്ട് സ്പീച്ചിൻ്റെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്, എത്ര തരത്തിൽ എന്ത് ചെയ്യാം റിപ്പോർട്ട് സ്പീച്ച് ചോദിക്കാം, അതിനെക്കുറിച്ച് നമ്മൾ ആദ്യം പഠിക്കണം. റിപ്പോർട്ട് സ്പീച്ച് 3 രൂപത്തിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് WH ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ yes or no ക്വസ്റ്റ്യൻ വരാൻ, അതും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് വരാം. അപ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് വരുമ്പോൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം, yes or no ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം, WH ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം, ഇത് 3 കാര്യങ്ങൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. സോ നമ്മളിപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് yes or no ക്വസ്റ്റ്യനാണ്. നിങ്ങൾ എന്നെ ഓർക്കുന്നുണ്ടോ, ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ഇല്ല എന്നുള്ള മീനിങ് ഐ ഹാവ് നെവർ. എസ്സും നോയും മാത്രമല്ല കേട്ടോ, നോ, നെവർ അല്ലെങ്കിൽ എന്താ പറയുക നത്തിങ് എന്നൊക്കെ വന്നാൽ തന്നെ എന്താവും, അത് പിന്നെ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് എസ് ഓർ നോ ക്വസ്റ്റ്യനോ WH ക്വസ്റ്റ്യനോ സ്റ്റേറ്റ്മെന്റോ ഈ 3 രൂപത്തിലായിരിക്കും എന്ത് വരിക റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ ഉദാഹരണം പറഞ്ഞു, ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകും. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇനി WH ക്വസ്റ്റ്യൻ ഉണ്ട്. നോക്കാം. എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു 3-4 കോളംസ് ഉണ്ട്. ഈ 3-4 കോളംസ്, ഇതൊരു കോളാണ്, ഇതേപോലെ 2-3 കോളംസ് കൂടി വരാണ്ട് ഈ കോളം കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഏത് റിപ്പോർട്ട് സ്പീച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. ടെൻഷൻ അടിക്കേണ്ട, ഇതിലുള്ള ഓരോ സാധനത്തിൻ്റെ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യും ഈ വീഡിയോയിലൂടെ നമ്മൾ പറയും. ഓക്കെ, ആമും ഈസും വരാണെങ്കിലും എന്താക്കണം, വാസ് ആക്കണം. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ദെൻ ആറ് വരുമ്പോൾ നമ്മൾ എന്താക്കണം, വേറെ എന്നാക്കണം. ഡു ഡസ് വരികയാണെങ്കിൽ ഡിഡ്, ഹാവ് ഇവിടെ ഹാവ് അട്ടടാ, സോറിടാ, ഇവിടെ ഹാവ് ആണ് കേട്ടോ. ഇവിടെ എന്താക്കണം, ഇവിടെ നമ്മൾ ഹാസ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താക്കണം, ഹാവ് കേട്ടോ. ഹാവും ഹാസും വരികയാണെങ്കിൽ എന്താക്കണം, ഹാഡ് ആക്കണം. വില്ല് വന്നാൽ വുഡ് ആക്കണം, ഷാള് വന്നാൽ ഷുഡ് ആക്കണം, ക്യാൻ വന്നാൽ കുഡ് ആക്കണം. ഈ ഒരു കോളം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക, നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. ഇത് ഓക്സിലറീസ് ആണ്. ആമും ഈസ് വന്നാൽ വാസ് ആക്കണം, ആറ് വന്നാൽ വേറെ ആക്കണം, വില്ല് വന്നാൽ വുഡ്, ഷാള് വന്നാൽ ഷുഡ്, ക്യാൻ വന്നാൽ കുഡ് ആക്കണം, ഹാവും ഹാസും വന്നാൽ എന്താക്കണം, ഹാഡ് ആക്കണം, ഡു ഡസ് വന്നാൽ ഡിഡ് ആക്കണം. ഓക്കെ, ഇതൊരു കോളമാണ്. ഇനി മറ്റൊരു കോളം ഇതാ നമ്മുടെ മോഡൽ ഓക്സിലറീസ് ഒക്കെ ഉള്ള സാധനങ്ങൾ കേട്ടോ. ഇതാ ഇവിടെയും കുറച്ച് മോഡൽ ഓക്സിലറീസ് ഒക്കെ ഉണ്ടായിരുന്നു. ദെൻ പിന്നെ മേ വന്നാൽ മൈറ്റ് ആക്കണം, എന്നാൽ മസ്റ്റ് വന്നാൽ ഹാഡ് ടു, ഡിഡ് വന്നാൽ എന്താക്കണം, ഹാഡ് ആക്കണം. ഡൂൺ ഡസ്സും വരുമ്പോൾ ഡിഡ് ആക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഡിഡ് വന്നാൽ എന്താക്കണം, ഡിഡ് വന്നാൽ ഹാഡ് ടു ആക്കണം. പിന്നെ നമ്മൾ വേറെ പറഞ്ഞ കാര്യം എന്തായിരുന്നു, ഈസ് ആം ഇത് വന്നാൽ വാസ് ആക്കണം, ആറ് വന്നാൽ വേറെ ആക്കണം. ഇനി വാസും വേറെ വരികയാണെങ്കിൽ എന്താക്കണം, ഹാഡ് ബീൻ ആക്കണം കേട്ടോ. പിന്നെ V1 വന്നാൽ V2 ആക്കുക, V2 വന്നാൽ എന്താക്കുക, ഹാഡ് പ്ലസ് V3 ആക്കുക. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി പോവാണ്. ആദ്യം എന്ത് ചെയ്യുക, സാറ് പറഞ്ഞ ഈ കോളംസ് ഒക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ നോട്ടുകളിൽ എഴുതി വെച്ചിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് നോക്കിക്കോ, ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ്. ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഇൻഡയറക്റ്റ് തന്നെ നമ്മൾ എന്ത് പറയുന്നത്, റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ നോക്കിക്കോ. അപ്പോൾ ഐ വന്നു. ഇപ്പം ഞാൻ പറഞ്ഞില്ല ഐ ഹാവ് നെവർ സീൻ യു ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞു. ഐ വന്നപ്പോൾ ഇവിടെ എന്താ യൂസ് ചെയ്ത്, ഐ എന്നുള്ള ഞാൻ എന്നുള്ളത് റിപ്പോർട്ട് സ്പീച്ചിക്ക് മാറ്റും. ഒന്നെങ്കിൽ ഹീ നാവും അല്ലെങ്കിൽ ഷീ നാവും. ഒരാണോ ഒരു പെണ്ണോ എന്നുള്ളതിലേക്ക് എന്ത് ചെയ്യും, മാറും. പിന്നെന്താ, പിന്നെ യു എന്നുള്ളത് ഹി ഷീ ദേ എന്ന് വരും. അങ്ങനെ ദേ എന്ന് വരാനുള്ള കാരണം യു എന്നുള്ളതിന് രണ്ട് അർത്ഥങ്ങളുണ്ട്, നീ ഉണ്ട് നിങ്ങളും ഉണ്ട്. അപ്പോൾ പറഞ്ഞ സിറ്റുവേഷൻസിനനുസരിച്ച് എന്ത് ചെയ്യും, അത് ഹീയും ഷീയും ദേ ആയിട്ട് മാറും. ഓക്കെ, ആണാണെങ്കിൽ ഹീ എന്നും പെണ്ണാണെങ്കിൽ ഷീ എന്നും, ഒരു കൂട്ടം ആളുകളുണ്ടെങ്കിൽ ദേ ഒന്നായിട്ട് മാറും. പിന്നെന്താ, പിന്നെ വി എന്നുള്ളത് ദേ എന്നാവും, അവർ എന്നുള്ളത് ദയർ, മൈ എന്നുള്ളത് ഹിസ് ഓർ ഹെർ എന്നാവും. ദെൻ പിന്നെ ടുഡേ എന്നുള്ളത് എന്താവും, ദാറ്റ് ഡേ എന്നാവും. ടുമോറോ എന്നുള്ളത് ദ നെക്സ്റ്റ് ഡേ എന്നാവും. യെസ്റ്റർഡേ എന്നുള്ളത് പ്രീവിയസ് ഡേ എന്നാവും അല്ലേ. പിന്നെ നൗ എന്നുള്ളത് ദെൻ എന്നാവും. ദിസ് എന്നുള്ളത് ദാറ്റ് ആവും. ഹിയർ എന്നുള്ളത് എന്താവും, ദർ ആവും. കൃത്യമായിട്ടാ ഇതാ ഈ ഒരു കോളം ഇത് ഈ കോളത്തിൻ്റെ ബാക്കിയാണിത്. ദെൻ രണ്ടാമത്തെ കോളം ഇത്. ഈ 2 കോളംസ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇത് മതി. ഇത് കിട്ടിയാൽ തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റാണ്. ഇനി SR ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്ത് ചെയ്യണം, WH ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം, സ്റ്റേറ്റ് വരുമ്പോൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം, ഇത് പഠിച്ചു കഴിഞ്ഞാൽ റിപ്പോർട്ട് സ്പീച്ച് സെറ്റാണ്. അപ്പോൾ ആ കോളം പഠിച്ചു. ഇനി ആ കോളത്തിലുള്ള എല്ലാ സാധനങ്ങളും വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഉദാഹരണങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റണം. നോക്കിക്കോ, ആമും ഈസ് മാറും വന്നു. ഇതായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ അരുൺ സെഡ് ഐ ആം ദ ഡ്രൈവർ. അപ്പോൾ അതിന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അരുൺ സെഡ് ദാറ്റ് ഹി വാസ് ദ ഡ്രൈവർ. എന്തിലാണ് മാറ്റം വന്നത് എന്നുള്ള നമുക്ക് കൃത്യമായ ഐഡിയ നമുക്ക് എന്ത് ചെയ്യണം, ഉണ്ടായിരിക്കണം. നോക്കാം, ഇവിടെ ഐ ആം ദ ഡ്രൈവർ, ഈ ഐന് എന്ത് ചെയ്തു, ഇവിടെ ഹി ആക്കി മാറ്റി. ആണാണ് ഉദ്ദേശിക്കുന്നത്. ആം എന്ത് ചെയ്തു, നമ്മൾ പറഞ്ഞു ആമും ഈസും വരുമ്പോൾ എന്താക്കണം, വോസും ആക്കണം എന്ന് പറഞ്ഞു. ദെൻ ദ ഡ്രൈവർ എന്നുള്ളത് എന്തുണ്ട്, അവിടെ തന്നെയുണ്ട്. നെക്സ്റ്റ് നോക്കിക്കോ, വാസും വേറും വന്നാൽ എന്താക്കണം, ഹാഡ് ബീൻ ആക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഐ വാസ് ദ ഡ്രൈവർ, ഐ എന്നുള്ളത് എന്തായി, ഹിയോ ഷിയോ ആകും എന്ന് പറഞ്ഞു. ഇവിടെ ഹി ആയി. ദെൻ പിന്നെ വാസ് വന്ന എന്താവും, ഹാഡ് ബീൻ ആകും. വാസ് വന്നപ്പോൾ എന്തായി, ഹാഡ് ബീൻ ആയി. കൃത്യമായിട്ട് കോളത്തിൽ തന്നിട്ടുണ്ട്. അത് നോക്കി കഴിഞ്ഞാൽ, ആ കോളംസ് പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ബേസിക് ആയ കാര്യങ്ങളെല്ലാം സെറ്റ് ആയിരിക്കും. ദെൻ അടുത്ത് നോക്കിക്കോടാ, ഈസ് ആം ആർ പ്ലസ് ING. അങ്ങനെ വരികയാണെങ്കിൽ ഐ ആം ഗോയിങ് ടു ടൗൺ, ഞാൻ ടൗണിലേക്ക് പോവുകയാണ്. സോ അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഐ ഇന്നലെ എന്താവും,
ഹി ആകും. ആമുള്ളത് എന്താവും? വാസ് ആകും. അറിയാലോ അല്ലേ? ഈസും ആമുള്ളത് എന്താവും? ആമും ഈസും വരികയാണെങ്കിൽ എന്താവും? വാസ് ആയിരിക്കും ആകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ പിന്നെ ഗോയിങ് തന്നെ കൊടുത്തതാ. മാറ്റം വന്ന സാധനം എന്താണ്? മാറ്റം വന്നത് ഈ രണ്ട് സാധനങ്ങൾക്കാണ് കേട്ടോ. ഈ രണ്ട് സാധനങ്ങൾക്കാണ് മാറ്റം വന്നത്. ഹി വാസ് ഗോയിങ് ടു ടൗൺ. പിന്നെ വാസ് വേർ പ്ലസ് ing വന്നു. ഈസ് ആമും ആറും വരുമ്പോൾ എന്താക്കണം? ഈസ് ആമും ആറ് വരുമ്പോൾ വാസ് വേറാക്കണം. അങ്ങനെയാണെങ്കിൽ വാസും വേറും വന്നു. ഇപ്പോൾ ഐ വാസ് ഗോയിങ് എന്ന് വരുമ്പോൾ എന്താക്കണം? അത് നമ്മൾ ഐ നിന്ന് ഹി എന്നാക്കും. പിന്നെ ഈ വോസിനെ മാറ്റിയിട്ട് നമ്മൾ എന്താക്കൂടാം? ഹാഡ് ബീൻ പ്ലസ് ing എന്താക്കും? ഹാഡ് ബീൻ പ്ലസ് ing ആക്കും. സെറ്റ് അല്ലേ? റെഡി അല്ലേ? അതായത് വാസ് ഓർ വേർ പ്ലസ് ing വരുമ്പോൾ ഹാഡ് ബീൻ പ്ലസ് ing എന്നുള്ള ഫോമിലേക്ക് എന്ത് ചെയ്യും? കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റണം. ഇതാണ് അതിൻ്റെ എന്തെങ്കിലും കൃത്യമായിട്ടുള്ള ഫോംസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിക്കോടാം. ഹാവും ഹാസും വരുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ഹാഡ് ആക്കണം എന്ന് പറഞ്ഞു അല്ലേ? ഇപ്പോൾ ഐ ഹാവ് ഇറ്റ്, സിമ്പിൾ എക്സാമ്പിൾ. ഐ ഹാവ് ഇറ്റ് എന്നൊരാൾ പറഞ്ഞു. അപ്പോൾ അതിന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താ പറയുക? ദാ ഐ മാറ്റി എന്തായി? ഹി ആയി. ഹാവ് മാറ്റി എന്താ? ഇവിടെ ഹാഡ് ആയി. സെറ്റല്ലേ? ഇത് സിമ്പിൾ ആണ് കേട്ടോ. ഇതിൽ വെർബില്ല. ഇനി അടുത്തത് ഹാഡ് വന്നു. ഐ ഹാഡ് എ ലഞ്ച് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എന്തുണ്ട്? ഐ ഉണ്ട് ഹാഡും ഉണ്ട്. മാറ്റുമ്പോൾ ഹി ഹാഡ് വന്നാൽ അതിന് എന്താക്കണം? ഹാഡ് ആക്കണം. ഹാഡ് വന്നാൽ എന്താക്കണം? ഹാഡ് ആക്കണം. കൃത്യമായിട്ട് പഠിച്ചോട്ടോ. ഇനി അടുത്ത ഒന്ന് വില്ല് വന്നു, അല്ലെങ്കിൽ ഷാള് വന്നു, അല്ലെങ്കിൽ ക്യാൻ വന്നു, അല്ലെങ്കിൽ മേ വന്നു. മേ പ്ലസ് V1 വന്നു. നോക്കാം. ഐ വിൽ ഹാവ് ഇറ്റ് എന്നൊരു സാധനം വന്നു കേട്ടോ. ഇവിടെ V1 ഹാവ് യൂസ് ചെയ്ത് V1 ആയിട്ടാണ്. ഐ വിൽ ഹാവ് ഇറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് മാറ്റം വരുന്നത് നോക്കാം. ഹി വുഡ് ഹാവ് ഇറ്റ്. മാറ്റം വന്നത് ഐ പ്രൊനൗണിനും ഓക്സിലറിക്കും. നോക്കിക്കോ. ഐ ഹി ആയി, വില്ല് എന്തായി? വുഡായി. ഇവിടെ ഹാവ് മാറൂല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഹാവിനെ യൂസ് ചെയ്ത് വെർബായിട്ടാണ്, ഓക്സിലറി ആയിട്ടല്ല. അതുകൊണ്ട് അതിനെ മാറ്റുമ്പോൾ വില്ല് ഷാള് ക്യാൻ മേ പ്ലസ് V1 ആകുമ്പോൾ എന്താവും? വുഡ് ഷുഡ് കുഡ് മൈറ്റ് എന്നാവും. പഠിച്ചിട്ടുണ്ട്. വില്ല് വന്നാൽ വുഡ് ആക്കണം, ഷാള് വന്നാൽ ഷുഡ് ആക്കണം. ഇതവിടെ വില്ല് വന്നാൽ വുഡ് ആക്കണം, ഷാള് വന്നാൽ ഷുഡ് ആക്കണം, ക്യാൻ വന്നാൽ കുഡ് ആക്കണം, മേ വന്നാൽ മൈറ്റ് ആക്കണം. പ്ലസ് V1 എന്ത് ചെയ്യുന്നില്ല? മാറ്റം വരുന്നില്ല. പക്ഷേ മാറ്റം വരുന്നത് എന്തിലാണ്? ഓക്സിലറീസിലാണ്. പിന്നെ നോക്കാം. പിന്നെ നമുക്ക് ഹാഡ് വന്നു. ഹാഡ് നമ്മൾ നേരത്തെ ചെയ്തല്ലോ. ഹാഡ് വന്നാൽ ഹാഡ് ആക്കണം എന്നുള്ള സാധനം നമ്മൾ ചെയ്തു. ഇനി അടുത്തത് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ്. കൃത്യമായിട്ട് പഠിച്ചോ. ഡു ഡസ് എന്നുള്ള ഏരിയ. അത് നമ്മൾ നെഗറ്റീവായിട്ട് പഠിക്കാം. അതായത് ഡു നോട്ട് പ്ലസ് V1 നോക്കാം. അതായത് ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്. എനിക്കത് വേണ്ട. ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്. ഇതിനെ മാറ്റുമ്പോൾ എന്താവും? ഐ എന്നുള്ളത് ഹി ആകും. ഡു എന്നുള്ള എന്താവും? ഡിഡിൻ്റ് ആവും. ഡു നോട്ട് പ്ലസ് V1 വന്ന് എന്താവും? ഡിഡ് നോട്ട് പ്ലസ് V1 ആവും. V1 വെർബിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് മാറ്റമൊന്നും വരില്ല. മാറ്റം വരുന്ന എന്തിലായിരിക്കും? ഡു നോട്ട് എന്താവും? ഡിഡ് നോട്ട് ആവും. ഡൂൺ ഡസ് വന്നാൽ എന്താവും? ഡിഡ് ആവും. ഡൂൺ ഡസ് വന്നാൽ ഡിഡ് ആവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഡസ് വന്നാൽ എന്താവും നോക്കാം. ഇവിടെ കണ്ടോ? ഡസ് നോട്ട് പ്ലസ് V1. ഷീ ഡസ് നോട്ട് വാണ്ട് ഇറ്റ്. ഇവിടെ നേരെ തിരിച്ചെന്താക്കി? ഷീ ഡിഡ് നോട്ട് വാണ്ട് ഇറ്റ് ആക്കി. ഇവിടെ നിങ്ങൾ നോക്കുക. പ്രൊനൗൺ എന്താണ്? ഓൾറെഡി ഷീ ആക്കിയിട്ടുണ്ട്. ഓൾറെഡി പ്രൊനൗൺ എന്താ? ഷീ എന്നുള്ളത് വന്നിട്ടുണ്ട്. പിന്നെ ഡസ് ആണ് ഇവിടെ ഉള്ളത്. ഡസിൻ്റെ ആകുമ്പോൾ എന്താ മാറ്റുക? ഡിഡിൻ്റെ ആയിട്ട് മാറും. ഡൂം ഡസ്സും വന്നാൽ എന്താവും? ഡു വന്നാൽ ഡിഡ് ആവും. ഡസ് വന്നാൽ എന്ത് തന്നെയാണ് ആകുക? ഡിഡ് തന്നെയാണ് ആവുക കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ റിപ്പോർട്ടർ സ്പീച്ചിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. എടാ, ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ചെറിയൊരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് റിപ്പോർട്ടർ സ്പീച്ച് ചെറിയ രൂപത്തിൽ എന്ത് ചെയ്യുക? റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. സോ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായി നമ്മൾ എന്ത് ചെയ്യും? വൈകാത്തിരുന്ന സെക്കൻഡ് പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. എടാ, ഈ വീഡിയോ സെറ്റാണെന്ന് സാറ് വിചാരിക്കുന്നുണ്ട്. കാരണം ഏറ്റവും ബേസിക് ആയ കാര്യങ്ങൾ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ സാധനം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഏറ്റവും ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്കാണെങ്കിലും നിങ്ങളെപ്പോലെ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണെങ്കിലും ഇതുവരെ റിപ്പോർട്ടർ സ്പീച്ചിനെ കുറിച്ച് ഒന്നും അറിയാത്ത മക്കൾക്കാണെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ടാണ് സാർ എന്ത് ചെയ്തത്? ഇതുപോലെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ ഒരു സാധനം എക്സ്പ്ലെയിൻ ചെയ്ത് ഐ തിങ്ക് യു ഹാവ് വെരി വെൽ അണ്ടർസ്റ്റാൻഡ് അബൌട്ട് അവർ ടുഡേസ് ടോപ്പിക് റിപ്പോർട്ടർ സ്പീച്ച്. ഇതുപോലെയുള്ള അടിപൊളി വീഡിയോയുമായിട്ട് ഇതിന്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് നമുക്ക് വീണ്ടും കാണാം മക്കളെ. ടാറ്റാ, ബൈ ബൈ, സീ യു.